എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് ഇന്ന് ബീട്രൂട്ട് പച്ചടിയാണെങ്കിൽ എങ്ങനെ റെഡിയാക്കുന്നത് നോക്കിയാലോ. അപ്പോൾ ഇത് എൻ്റേതായ രീതിയിൽ ഞാൻ റെഡിയാക്കുന്നതാണ്. ഇങ്ങനെ തന്നെയാണ് ബീട്രൂട്ട് പച്ചടിയൊക്കെ റെഡിയാക്കുന്നത് ഞാൻ ഒരിക്കലും പറയുന്നില്ല. പക്ഷേ ഞാൻ എങ്ങനെ റെഡിയാക്കുന്നതെന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം എളുപ്പവഴിയിൽ നമ്മൾ എങ്ങനെ റെഡിയാക്കി എടുക്കാം, അതാണല്ലോ നമ്മളുടെ ഒരു ആപ്തവാക്യം. അപ്പോൾ നമുക്ക് അങ്ങനെ തുടങ്ങാം. അപ്പോൾ നമുക്ക് പാനൊക്കെ അടുപ്പിൽ വെച്ചിട്ട് എണ്ണയൊക്കെ ഒഴിച്ച് അതിലോട്ട് കടുക് പൊട്ടിച്ച് എടുക്കാം നമുക്ക്. അപ്പോൾ കടുക് പൊട്ടിച്ചെടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഉള്ളിയാണെങ്കിൽ ചെറിയ ഉള്ളിയാണെങ്കിൽ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു, അതിട്ടിട്ട് ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുന്നുണ്ട്. അപ്പം നമുക്കാണെങ്കിൽ ഇതാണെങ്കിൽ നമ്മൾ സാധാരണയാണെങ്കിൽ കടുകൊക്കെ ആണെങ്കിൽ പച്ചടിയൊക്കെ വെക്കുന്ന സമയത്ത് കടുക് അരച്ച് തേങ്ങായിലൊക്കെ അരച്ചെടുക്കുന്ന നമുക്കറിയാമല്ലോ. അപ്പോൾ ഈ ഒരു ബീട്രൂട്ട് പച്ചടി ആയതുകൊണ്ട് നമുക്കാണെങ്കിൽ കടുക് ഇത് പൊട്ടിച്ചാണ് ഞാൻ എടുക്കുന്നത്. ഞാൻ സാധാരണയായിട്ട് ചെയ്യുന്ന ഒരു രീതിയാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഇതിൽ ടേസ്റ്റിനൊരു കുറവുമില്ല, എങ്കിൽ പിന്നെ നമുക്ക് എളുപ്പവഴിയിൽ അങ്ങ് ചെയ്തെടുക്കാമല്ലോ. നമുക്ക് ഈ ഒരു സമയത്ത് തന്നെ പച്ചമുളക് അരിഞ്ഞ് വെച്ചേക്കുന്നത് കൂടെ ചെറുതായിട്ട് അരിഞ്ഞത് കേട്ടോ, അത് നമ്മൾ ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് മൂപ്പിച്ചെടുക്കണം. ഈ സമയത്ത് നമുക്ക് കറിവേപ്പില ഉണ്ടെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ കറിവേപ്പില ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ നമുക്കാണെങ്കിൽ ഈ ഒരു പച്ചമുളക് കൂടെ ആണെങ്കിൽ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതിൻ്റെ പച്ചമുളകൊക്കെ ഒരു മാറി കിട്ടുന്നതൊക്കെ വരെ നമുക്ക് വഴറ്റിയെടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി ആണെങ്കിൽ അതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുത്ത് ചേർക്കുവാണെങ്കിൽ ഈ ഒരു സമയത്ത് നിങ്ങൾക്കത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. പച്ചമുളകൊക്കെ ഇടുന്നതിന് മുന്നേ ഇഞ്ചി വെളുത്തുള്ളി ആണെങ്കിൽ ഇട്ട് കൊടുത്തിട്ട് വേണം പിന്നെ പച്ചമുളക് ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കാൻ. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഇടുന്നതെങ്കിൽ പച്ചമുളക് ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ ഇട്ടേച്ചാൽ മതി. അല്ലെങ്കിൽ ഈ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആണെങ്കിൽ കരിഞ്ഞു പോകും, പെട്ടെന്നാണെങ്കിൽ അത് മൂത്ത് പോകത്തില്ല. അത് കാരണം കൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഇനി ഈ ഒരു ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ഇട്ടിട്ട് അതുകൂടെ ഒന്ന് നന്നായിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നതിന് വരെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. പെട്ടെന്ന് തന്നെ അത് മൂത്ത് കിട്ടുന്നതായിരിക്കും. ഈ സമയത്ത് നമുക്ക് ബീട്രൂട്ട് ഞാൻ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അത് നമുക്ക് ഇട്ട് കൊടുക്കാം. ബീട്രൂട്ട് ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുത്തത് ആണ് ഇട്ട് കൊടുക്കുന്നതെങ്കിൽ നമുക്ക് സാധാരണയാണെങ്കിൽ അരിഞ്ഞെടുക്കാം. ഇല്ലെങ്കിൽ ചോപ്പറിലിട്ട് ചോപ്പ് ചെയ്തെടുക്കുവാണെങ്കിൽ നല്ല ചെറിയ ചെറിയ പൊടിയായിട്ടുള്ള കഷ്ണങ്ങളായിട്ട് കിട്ടും. അപ്പോൾ നമ്മൾ ഇതൊന്ന് എടുത്ത് വഴറ്റിയെടുത്ത് വെച്ചാൽ മതി, നന്നായിട്ട് വഴറ്റിയെടുത്ത് കിട്ടും. വെള്ളം ഞാൻ ഒരു ശകലം പോലും ആഡ് ചെയ്യുന്നില്ല, കാരണം നമ്മളാണെങ്കിൽ ഇത് അരച്ചെടുക്കുന്നില്ല. അത് കാരണം കൊണ്ട് ഇത് ഈ ഒരു എണ്ണമയത്തിലൊക്കെ കിടന്ന്, അതുപോലെ ആണെങ്കിൽ ഈ ബീട്രൂട്ടിൽ തന്നെ ആണെങ്കിൽ ഒരു ചെറിയ വെള്ളമയം ഉണ്ടല്ലോ, ആ വെള്ളമയത്തിൽ ഇതൊന്ന് വെന്ത് കിട്ടും. നമ്മൾ തോരനൊക്കെ റെഡിയാക്കത്തില്ലേ എന്ന് പറഞ്ഞ പോലെ ഇത് നന്നായിട്ടാണെങ്കിൽ ഒന്ന് വേവിച്ചെടുക്കുക. ഈ സമയത്ത് ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഈ സമയത്ത് നമ്മൾ ഉപ്പിട്ട് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ബീട്രൂട്ടിനൊക്കെ ആവശ്യത്തിനനുസരിച്ചുള്ള ഉപ്പാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. ആ ഒരു ബീട്രൂട്ട് വേവുന്ന ഒപ്പം തന്നെ ഈ ഒരു കഷ്ണങ്ങളിലൊക്കെ ആണെങ്കിൽ ഉപ്പൊക്കെ നന്നായിട്ട് പിടിച്ച് അത് നന്നായിട്ട് തന്നെ വെന്ത് കിട്ടും. അപ്പം വളരെ പെട്ടെന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു വിഭവമാണ് ഈ ഒരു പച്ചടി. അപ്പോൾ നിങ്ങളിങ്ങനെ ട്രൈ ചെയ്ത് നോക്കാത്തവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറയണേ. പിന്നെ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാത്തവരൊക്കെ ആണെങ്കിൽ പെട്ടെന്നൊന്ന് ലൈക്ക് ചെയ്തോ. പലരും എനിക്കൊന്ന് മറന്നു പോകുന്നുണ്ട്, അപ്പോൾ പെട്ടെന്നൊന്ന് ലൈക്ക് ചെയ്തോ കേട്ടോ. ഈ സമയത്ത് നമുക്ക് ഇതിപ്പോൾ ഉലുവാപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഉലുവാപ്പൊടിയാണെങ്കിൽ ഒരുപാട് കൂടിപ്പോയി കഴിഞ്ഞാൽ ഒരു കയ്പ്പ് രസം വരും, അപ്പം കൂടാതെ നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ കായപ്പൊടി കൂടെ ആണെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കണം. കായം ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് തൈര് കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇതാണെങ്കിൽ ഉലുവായും അതുപോലെ തന്നെ തൈര് ഞാൻ പിന്നെ വീണ്ടും ആണെങ്കിൽ ആ സമയത്ത് ഇളക്കുന്നില്ല, തൈര് കൂടി ഇട്ടിട്ട് പിന്നാണ് ഒരുമിച്ച് ഇട്ട് കൊടുക്കുന്നത്. തൈരാണെങ്കിലും ഒരുപാട് കൂടി പോകണ്ട. പിന്നെ ബീട്രൂട്ട് ആണെങ്കിൽ നമ്മൾ എടുക്കുന്ന ബീട്രൂട്ടിനനുസരിച്ച് കളറുള്ള ബീട്രൂട്ട് ആണെങ്കിൽ നല്ല കളറിൽ നമുക്ക് കിട്ടുന്നതായിരിക്കും, അല്ലെങ്കിൽ ആണെങ്കിൽ ഒരു ലൈറ്റ് കളറായിരിക്കും നമുക്ക് നമ്മുടെ പച്ചടിക്ക് കിട്ടുന്നത്. തൈര് ഒഴിച്ച് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല കട്ട തൈരാണ് ഒഴിച്ച് കൊടുത്തേക്കുന്നത്. അപ്പോൾ നല്ലതാണെങ്കിൽ അധികം ഒന്ന് ലൂസാകാതെ നല്ല തിക്കായിട്ട് തന്നെ നമുക്ക് ഈ ഒരു പച്ചടി കിട്ടും. ഇത് നന്നായിട്ടാണെങ്കിൽ ഒന്ന് ഇളക്കി ഇതെല്ലാം ഒന്ന് യോജിപ്പിച്ച് എടുക്കാം. അപ്പോൾ ഇതെല്ലാം ഇളക്കിയൊക്കെ കഴിഞ്ഞിട്ട് ഉപ്പ് കുറവാണെങ്കിൽ നമുക്ക് വീണ്ടും ചേർക്കാവുന്നതാണ്. ഇതിൽ നമ്മൾ വേറെ പൊടികളോ ഒന്നും ആഡ് ചെയ്യുന്നില്ല, ഉലുവായും അതുപോലെ തന്നെ കായപ്പൊടിയും മാത്രമാണ് നമ്മൾ ചേർത്തേക്കുന്നത്. ബീട്രൂട്ട് പച്ചടി നമ്മൾ വേറൊരു തരത്തിലും വെക്കാറുണ്ട്.
ബീറ്റ്റൂട്ട് നമ്മൾ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞ് അതൊന്ന് വേവിച്ചെടുത്തിട്ട് പിന്നെ അതെല്ലാം ഒന്ന് നന്നായിട്ട് തണുത്ത് കഴിഞ്ഞ ശേഷം മിക്സിയിലിട്ട് ഒന്ന് നന്നായിട്ട് ഒന്ന് അടിച്ചെടുക്കും. അത് കഴിഞ്ഞ് അതിലോട്ട് തൈരും ചേർത്ത് പിന്നെ കടുക് താളിച്ച് എടുക്കുന്ന ഒരു രീതിയുമുണ്ട്. പക്ഷേ അതിൽ നമ്മളാണെങ്കിൽ വീണ്ടും ഇത് അരയ്ക്കുകയോ അല്ലെങ്കിൽ പിന്നെ എൻ്റെ ചൂടാറുന്നത് വരെ നോക്കി നിൽക്കുകയോ ഒന്നും വേണ്ട. നമുക്ക് പെട്ടെന്ന് തന്നെ ഇങ്ങനെ വഴറ്റിയിട്ട് അതുപോലെ തൈരൊക്കെ ഒഴിച്ച് റെഡിയാക്കി എടുക്കാവുന്നതാണ്. ഈസിയാണ്. പിന്നെ നമുക്ക് ഈ ഒരു സമയത്ത് ഉപ്പ് നോക്കുക. കാരണം നമ്മളാണെങ്കിൽ ബീട്രൂട്ടിന് ആവശ്യമായിട്ടുള്ള ഉപ്പാണ് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. തൈരൂടെ ഒഴിച്ച് കഴിയുമ്പോൾ ആ ഒരു പുളിയുടെ ഇതൊക്കെ വരുമ്പോഴാണെങ്കിൽ തൈര് ഇത് ഒരു പച്ചടിക്കാണെങ്കിൽ ഉപ്പുണ്ടോ എന്ന് നോക്കിയിട്ട് അതിനനുസരിച്ച് നമുക്ക് വീണ്ടും ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ പച്ചമുളകൊക്കെ ആണെങ്കിൽ നിങ്ങളുടെ എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക് എടുക്കുക. എരിവുള്ള മുളകാണെങ്കിൽ ഒരുപാട് മുളക് ഇട്ട് കഴിഞ്ഞാൽ എരി മുൻമേ നിൽക്കും. അപ്പം നമുക്ക് ആ ഒരു ടേസ്റ്റ് കിട്ടത്തില്ല. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇങ്ങനെ ചെയ്യാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ നെക്സ്റ്റ് വീഡിയോ. ബൈ.